ജനുവരി 30 മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം. അദ്ദേഹത്തിൻ്റെ ആത്മകഥ, അതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം. ആത്മകഥ അഥവാ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ, ഇതാണ് പുസ്തകത്തിൻ്റെ പേര്. അതിലെ അവസാന പേജിലെ ഏതാനും വരികൾ ഞാനൊന്ന് വായിക്കാം. ഏറ്റവും നിസാര സൃഷ്ടിയെ കൂടി തന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ആളിനെ സാർവലൗകികവും സർവവ്യാപിയുമായ സത്യാത്മാവിനെ മുഖാമുഖം ദർശിക്കാനാവും. അത് അഭിലഷിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൻ്റെ യാതൊരു മണ്ഡലത്തിൽ നിന്നും വിട്ടുനിൽക്കാനാവില്ല. അതുകൊണ്ടാണ് എൻ്റെ സത്യോപാസന എന്നെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിച്ചത്. ഇതിൻ്റെ തൊട്ടു മുകളിലുള്ള ഒരു പാരഗ്രാഫ് ഉണ്ട്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സത്യമല്ലാതെ മറ്റൊരു ഈശ്വരനില്ലെന്ന് എൻ്റെ അഴിവില്ലാത്ത അനുഭവങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള ഏകമാർഗം അഹിംസയാണെന്ന് ഈ അധ്യായത്തിലെ ഓരോ പേജും വായനക്കാരോട് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഈ അധ്യായങ്ങളെല്ലാം എഴുതാൻ ഞാൻ നടത്തിയ സർവ പ്രയത്നവും വൃഥാവിലായെന്ന് ഞാൻ കരുതും. ഇത്രയും തുറന്നെഴുതിയ ഒരു ജീവചരിത്രം വേറെ ഉണ്ടോ എന്നറിയില്ല. വളരെ സത്യസന്ധമായി ഓരോ വിഷയങ്ങളും അദ്ദേഹം തുറന്നെഴുതുന്നു, ഒന്നും മറച്ചു വയ്ക്കാതെ. ഇത് നൽകുന്ന സന്ദേശവും ചില്ലറയല്ല. അദ്ദേഹത്തിൻ്റെ ഓരോ പരീക്ഷണങ്ങളും സത്യത്തിലേക്കുള്ള വഴി കണ്ടെത്താനുള്ള ശ്രമങ്ങളായിരുന്നു. മഹാത്മാഗാന്ധി എന്ന വിപ്ലവകാരിയെയും നമുക്കിതിൽ കണ്ടെത്താൻ വേണ്ടി കഴിയും. ഒരുപാട് സമരങ്ങൾ നയിച്ചിട്ടുള്ള, നേതൃത്വം കൊടുത്തിട്ടുള്ള മഹാത്മാഗാന്ധിയെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ദക്ഷിണാഫ്രിക്കയിലെ വിവേചനത്തിനെതിരായിട്ട് നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ ഇതിൽ നമുക്ക് ദർശിക്കാനാവും. ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ചമ്പാരനിലെ നീലം കൃഷിക്കാർക്ക് വേണ്ടി നടത്തിയ സമരങ്ങൾ, അതുപോലെ ഓരോ സ്ഥലങ്ങളിലും പോയി അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുള്ള സമരങ്ങൾ, അങ്ങനെ ഒരു സമര നേതാവായിട്ടുള്ള ഗാന്ധിജിയെ കൂടി നമുക്ക് ഇതിൽ ദർശിക്കാനാവും. പക്ഷെ അദ്ദേഹത്തിൻ്റെ എല്ലാ പോരാട്ടങ്ങളും സത്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുന്നതായിട്ടാണ് നമുക്കിതിൽ കാണാൻ വേണ്ടി കഴിയും. അതിമനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ആരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകമാണിത്. ഒരു ജീവചരിത്രം എന്നതിനേക്കാൾ ഉപരി മുഴുവൻ ഭാരതീയരും വായിച്ചിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു പുസ്തകമായിട്ടാണ് ഇതിനെ കാണുന്നത്.